നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡേറ്റ് ഫംഗ്ഷനാണ്. ഡേറ്റ് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫംഗ്ഷൻസാണ്. ഇതിലാദ്യമായി വരുന്നത് കറണ്ട് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമുക്ക് ഇത് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം അടങ്ങിയ ഒരു ടൈം സ്റ്റാമ്പ് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. സോ ഞാനിത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് അതുപോലെ ടൈം എല്ലാം എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് നമുക്ക് കറണ്ട് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഡേ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിലെ ഡേ ഏതാണെന്ന് നമുക്ക് ദിവസം ഏതാണെന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിത് സെലക്ട് ചെയ്ത് ഇതിലെ ഡേ എന്ന് പറയുന്നത് 24 ആണ്. സോ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 24 എന്ന് പറയുന്ന ആ റിസൾട്ട് നമ്മുടെ ഡേറ്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെയാണ് മന്ത്. നമ്മൾ ഡേ പഠിച്ച പോലെ തന്നെയാണ് മന്ത്. സോ മന്തിനുള്ളിൽ നമ്മളൊരു ഡേറ്റ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റിനുള്ളിലെ മന്തായ 7 നമുക്ക് റിസൾട്ടായി ലഭിക്കുന്നതായിരിക്കും. സോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 ലഭിക്കുന്നു. അതുപോലെയാണ് ഇയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു ഡേറ്റിനുള്ളിലെ ഇയർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ സെലക്ട് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് ഇയർ 2020 ലഭിക്കുന്നു. പിന്നെ ഡേ നെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഡേ നെയിം എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ നമ്മളൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുള്ള ഡേറ്റിലെ ഡേ ഏതാണെന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രൈഡേ ആണ്. സോ ഞാനിവിടെ 24 കൊടുത്തപ്പോൾ നമുക്ക് ഫ്രൈഡേ കിട്ടി. സോ 25 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സാറ്റർഡേ കിട്ടണം. സോ നമുക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ എനിക്കിവിടെ സാറ്റർഡേ എന്ന് ലഭിച്ചു. സോ ഡേ നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു ഡേറ്റിലെ ഡേ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ വരുന്നത് സിസ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. നമ്മുടെ ഡാറ്റാബേസ് സെർവറിൻ്റെ കറണ്ട് ഡേറ്റ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെർവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ ലോക്കലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം ലഭിക്കുന്നു. പിന്നെ വരുന്നത് CUR കർ ഡേറ്റ് എന്നാണ്. കർ ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് ഡേറ്റ് ആണ്. ഇപ്പോഴത്തെ സമയം കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് ലഭിക്കുന്നു. സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കറണ്ട് ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ടൈം ഉണ്ടായിരിക്കില്ല, ഡേറ്റ് മാത്രം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കറണ്ട് ടൈമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ടൈം ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് നൗ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഡേറ്റ് ആൻഡ് ടൈം ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നേരത്തെ കറണ്ട് ടൈം സ്റ്റാമ്പിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡേറ്റും അതുപോലെ ടൈമും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഡേറ്റുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ്.